പാലക്കാട് ജില്ലയിലെ ആലൂരിലുള്ള ഹസ്ന എന്ന 20 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് സംഭവിച്ച ദാരുണ കഥ നിങ്ങളറിഞ്ഞു. ആ പെൺകുട്ടി തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ തിരഞ്ഞെടുത്ത കാരണം എന്താണെന്നറിഞ്ഞു. +2 വിദ്യാർത്ഥിനിയായിരുന്ന ഹസ്നയുടെ വിവാഹം ഏകദേശം 1 വർഷം മുമ്പാണ് കഴിഞ്ഞത്. വിവാഹശേഷവും ആ പെൺകുട്ടി പഠനം തുടർന്നു. വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് മാത്രം സ്കൂളിൽ പോയാൽ മതി എന്ന് ഭർത്താവിൻ്റെ ഉമ്മ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു. ഈ വിഷയം നിരന്തരമായി ഉമ്മയുടെ പക്കൽ നിന്നും കേൾക്കാനിടയായത് ഈ പെൺകുട്ടിയുടെ മനസ്സിനെ താളം തെറ്റിച്ചു. അത് ഹസ്നക്ക് വലിയ മനോവിഷമം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഈ മാനസിക വിഷമത്തെ തുടർന്ന് ഹസ്ന വിഷാംശമുള്ള എന്തോ കഴിച്ചു. ഉടൻ തന്നെ ആലൂരിലെ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യനില വഷളാകുകയായിരുന്നു. അങ്ങനെ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ഹസ്ന മരണപ്പെട്ടത്. ഈ സംഭവം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തെളിച്ചിട്ടുണ്ട്. പഠിക്കുന്ന പ്രായത്തിലുള്ള പെൺകുട്ടികളെ പക്വതയാകുന്ന മുമ്പ് വിവാഹം കഴിപ്പിച്ചു വിടുന്നതും അവർക്ക് ഭർത്തൃവീട്ടിൽ നേരിടേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദങ്ങളും ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായി എന്നാണ് ഹസ്നയുടെ ഈ ദാരുണ മരണത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹസ്നയുടെ മരണവിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ ചെറിയ മനോവിഷമങ്ങൾ പോലും വലിയ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രായപൂർത്തിയായി എന്നത് വിവാഹം കഴിക്കാനുള്ള പക്വതയായി കാണുന്ന സമൂഹത്തിൻ്റെ തെറ്റായ രീതിയെ നമ്മൾ എന്നെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? പെൺകുട്ടികളെ വെറും 10ാം ക്ലാസ്സോ +2വോ കഴിഞ്ഞ് വിവാഹം കഴിപ്പിക്കാതെ അവരെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹിപ്പിക്കുക. വിവാഹ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും അമ്മായിയമ്മയോ ഭർത്താവോ പറയുന്ന കാര്യങ്ങളും ഉൾക്കൊള്ളാൻ 18ഉം 20ഉം വയസ്സിലെ മനസ്സിന് കഴിഞ്ഞെന്ന് വരില്ല. 22, 23 വയസ്സെങ്കിലും ആകുമ്പോൾ ലഭിക്കുന്ന മാനസിക വളർച്ച ഇത്തരം സാഹചര്യങ്ങളെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാൻ അവരെ സഹായിക്കും. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കാനും സ്വന്തം നിലപാട് വ്യക്തമാക്കാനും ഈ പ്രായക്കാർക്ക് കഴിയും. നാട്ടുകാർ എന്തു പറയും എന്ന പേടിയിൽ മക്കളെ നേരത്തെ തന്നെ കെട്ടിച്ചു വിടാൻ ശ്രമിക്കരുത്. നാട്ടുകാരല്ല നിങ്ങളുടെ മക്കളുടെ ജീവിതം ജീവിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് നിർബന്ധമായും അവർക്ക് വിവാഹ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അമ്മായിയമ്മയോട് പെരുമാറേണ്ടതും അവരുടെ വാക്കുകളെ എത്തരത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതെന്നും ഒരു കുടുംബത്തിലേക്ക് പോയാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്നും അവർക്ക് പറഞ്ഞു പഠിപ്പിക്കണം. മഹല്ല് കമ്മിറ്റികളും പ്രാദേശിക കൂട്ടായ്മകളും ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് ഹസ്നയെപ്പോലുള്ള പെൺകുട്ടികളുടെ ദാരുണമായ അന്ത്യങ്ങൾക്ക് ചിലപ്പോൾ വിരാമം നൽകിയേക്കാം. ഓർക്കുക, ജീവിതം വിലപ്പെട്ടതാണ്. ചെറിയ പിണക്കങ്ങളോ പരിഭവങ്ങളോ കാരണമാകരുത് ഈ ജീവിതം അവസാനിപ്പിക്കാൻ. എന്ത് പ്രശ്നമുണ്ടായാലും അത് തുറന്നു പറയാൻ ഒരു സുഹൃത്തിനെയോ രക്ഷിതാവിനെയോ കണ്ടെത്തുക. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് വീട്ടുകാരോട് ധൈര്യമായി പറയുക. നമുക്ക് വേണ്ടത് കണ്ണീർ വാർത്തകളല്ല, മറിച്ച് പുഞ്ചിരിയോടെ ജീവിക്കുന്ന മക്കളെയാണ്. മാറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ. അവൾ വളരട്ടെ, പഠിക്കട്ടെ, പക്വതയോടെ ജീവിതം നേരിടട്ടെ.